ഇത് കണ്ടോ, റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ നോക്കിയാൽ നല്ല തിക്കായിട്ട് നോക്കിയാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നല്ല സ്മെല്ലും ആ കസ്തൂരി മേന്തിയുടെ ഒക്കെ നല്ല സ്മെല്ലും ആ തിക്ക് നോക്കി ആ ക്രീമൊക്കെ ഇട്ടിട്ട് ഇത് കണ്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ഇടണം കേട്ടോ. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് കേട്ടോ. ഇത് കണ്ടോ, ഞാൻ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു ½ kg ഇല്ല കേട്ടോ, ½ kgന്ന് കുറച്ച് കുറവാണ്. അപ്പോൾ ഇത് നല്ലപോലെ കഴുകി വാഷ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് നമ്മുടെ ചില്ലി പൗഡറൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. നമുക്ക് ആദ്യം കുറച്ച് ഉപ്പിടാം കേട്ടോ. റോക്ക് സാൾട്ട് ഉപ്പാണ് ഇത്. ഞാൻ മറ്റേ കൂട്ട് ഉപ്പല്ല ഉപയോഗിക്കുന്നത്. ഞാൻ ആദ്യം കുറച്ച് ഇട്ടായിരുന്നു ഉണ്ടല്ലോ, കുറച്ച് വെള്ളമുള്ള പോലെ തോന്നി മോരില്ല. അപ്പം ഞാൻ നല്ലപോലെ ഉണ്ടല്ലോ ഈ അരിപ്പ വെച്ച് സ്റ്റെയിൻ ചെയ്തിട്ടിട്ട മിൻസ് ഒഴിച്ച മോരാണ് കേട്ടോ ഇത്. ഇനി നമുക്കിനകത്തേക്ക് വേണ്ടത് കുറച്ച് ലെമൺ ഉപയോഗിക്കാം കേട്ടോ. കുറച്ച് മതി, കാരണം ഇത് കുറച്ചല്ലേ ഉള്ളൂ. നല്ലപോലെ സോഫ്റ്റ് ആകാനായിട്ടാണ്. ഇത്ര മതി. ഇനി നമുക്കിതിൻ്റെ കൂടെ കുറച്ച് ചില്ലി പൗഡർ ഇടാം. ഇതൊരു ഞാൻ പൗഡർ ഇട്ട ഒരു 1 സ്പൂണേ ഉള്ളൂ കേട്ടോ. നമ്മൾ നല്ലപോലെ മിക്സ് ചെയ്യാം കേട്ടോ. കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടണേ. ഇത് ഞാൻ നല്ലപോലെ കൈ കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത്, കാരണം എനിക്ക് സ്പൂണും കൊണ്ട് പറ്റില്ല. അപ്പം കൈ കൊണ്ട് നല്ലപോലെ നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതുണ്ട്, ഇപ്പം നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നല്ലപോലെ ഇതൊരു ½ ആൻ അവർ അല്ലെങ്കിൽ 45 മിനിറ്റ്സ് ഇരിക്കട്ടെ, നല്ലപോലെ മാഗ്നറ്റ് ആകട്ടെ. അതിനിപ്പം ബട്ടർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു വെസൽ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എത്രയും ബട്ടർ ഇട്ടിട്ടുണ്ട്. എനിക്ക് കൂടുതൽ ബട്ടർ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചിക്കൻ ഇടാം കേട്ടോ. നമ്മൾ മാഗ്നറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇല്ലേ, അതെടുത്തിടാം. അപ്പം ഞാൻ ഈ ബട്ടറിനകത്തേക്ക് ചിക്കനൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് കിടന്ന് കുറച്ച് ഫ്രൈ ആവട്ടെ കേട്ടോ, 2 വശവും. അപ്പോൾ ഇത് കണ്ടോ, നമുക്ക് ഓരോന്നായിട്ട് മറിച്ചിടാം കേട്ടോ. ഒരു സൈഡ് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇത് കണ്ടോ, ഓൾമോസ്റ്റ് എല്ലാം ഞാൻ മറിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഒരു സൈഡ് നല്ലപോലെ വെന്തിട്ടുണ്ട്, ഞാൻ മറ്റേ സൈഡ് നല്ലപോലെ വേകട്ടെ കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതെല്ലാം നല്ലപോലെ ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇത് നമുക്കിതിൻ്റെ മസാല റെഡിയാക്കാം. ഇത് കണ്ടോ, ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതൊരു ½ kg ഉള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഒരു തക്കാളി എടുത്തിരിക്കുന്നത്. പിന്നെ ഇത് മല്ലിയില, പിന്നെ നമ്മുടെ കാഷ്നട്ട്, കുറച്ച് ഇഞ്ചി, കുറച്ച് നമ്മുടെ വെളുത്തുള്ളി, പിന്നെ നമ്മുടെ ഉള്ളി. ഓക്കെ, നമ്മുടെ മസാല ഇത് പലാവിലയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ ഒരു ഏലക്ക എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കസ്തൂരി മെന്തി. ഇത് കസ്തൂരി മെന്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അറിയുമെന്ന് എനിക്കറിയില്ല. നല്ലപോലെ സ്മെല്ലും ടേസ്റ്റും കൊടുക്കും. ലാസ്റ്റ് നമ്മളിത് ഇടാനുള്ള ഇങ്ങനെ നമ്മൾ തിരുമ്മിട്ടിടുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ നമ്മുടെ ഗരം മസാല. നിങ്ങൾ മുളക് പൊടിയും പിന്നെ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഇടണം. നല്ല കളറായിരിക്കും കേട്ടോ. എനിക്ക് കാശ്മീരി ചില്ലി പൗഡർ എൻ്റെ ഇല്ല, അതുകൊണ്ടാണ് ഞാൻ റെഡ് ചില്ലി പൗഡർ കൂടുതൽ എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന നന്ദിനിയുടെ ബട്ടറാണ് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടതാണ് ഫ്രഷ് ക്രീം. ഇത് അമൂലിൻ്റെ ആണ് കേട്ടോ. പാൻ നല്ലൊരു ചൂടായിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് ബട്ടർ ഇടാം കേട്ടോ. ബട്ടർ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇടണം, കാരണം ബട്ടർ ചിക്കൻ ആയതുകൊണ്ട് ബട്ടർ കൂടുതൽ വേണം കേട്ടോ. നമുക്ക് എത്ര വേണം അതനുസരിച്ച് ഇടാവേ. അപ്പം ബട്ടർ ഞാൻ കുറച്ച് കൂടുതൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ പലാവിലയും ഏലക്കയും കൂടെ ഇടാം. നമുക്ക് ഉള്ളി ഇടാം. കാരണം ഇത് കുറച്ചല്ലേ ഉള്ളൂ, 1/2 കിലോ പോലും ഇല്ല നമ്മുടെ ചിക്കൻ, അതുകൊണ്ട് നോക്കിയിട്ട് ഇടാവുള്ളൂ കേട്ടോ എല്ലാ ഇൻഗ്രീഡിയൻസും. ഇത് അധികം ഒന്നും മെറൂൺ കളർ ആവണ്ട കേട്ടോ. നമുക്ക് ഞാൻ എടുത്തു വെച്ച എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് ഇട്ടിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്യാനുള്ളതാണ് കേട്ടോ. ഗ്രൈൻഡ് ചെയ്യുമ്പോൾ നല്ല പേസ്റ്റായിട്ട് കിട്ടും. അപ്പോഴേ നമുക്ക് ബട്ടർ ചിക്കൻ്റെ ടേസ്റ്റും ബട്ടർ ചിക്കനും ഒക്കെ ആയിട്ട് നമുക്ക് തിന്നാൻ പറ്റുള്ളൂ ഹോട്ടൽ സ്റ്റൈലിൽ. അപ്പോൾ ഇത്ര മതി. ഇനി നമുക്ക് തക്കാളി ഇടാം കേട്ടോ. തക്കാളി നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതാണ് തക്കാളി നല്ലപോലെ ഒരു കളർ മാറിയിട്ടുണ്ട്, കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കപ്ലിൻ്റെ ഇടാം കേട്ടോ, കാഷ്നട്ട് ഇടാവേ. ഇത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇട്ടോ, എത്ര കൂടുതൽ ഇട്ടോ അത്രയ്ക്കും ടേസ്റ്റാണ് കേട്ടോ. നല്ലപോലെ ഇളക്കി കൊടുക്കാം. മല്ലിയിലൊന്നും ഞാൻ അങ്ങനെ കട്ട് ചെയ്തിട്ടില്ല, അങ്ങനെ ഇട്ടുള്ളൂ. കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പെട്ടെന്ന് ഒരു 5 മിനിറ്റ് സോഫ്റ്റ് ആവില്ലേ. ഇനി വേണ്ടതാണ് മുളക് പൊടി. കസ്തൂരി മീൻസ് നമ്മുടെ കാശ്മീരി മുളക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. ഇതും രണ്ടും കൂടി ഉപയോഗിക്കാം. അപ്പോൾ നല്ല കളർ വരും. എൻ്റെ കയ്യിൽ അത് ഇല്ലാത്തതുകൊണ്ടാണ്. എന്നാലും നമുക്കിതുപോലെ ഫ്രൈ ചെയ്യണം, നല്ല കളർ കിട്ടും. അത് MTRൻ്റെ മുളക് പൊടി എടുത്താൽ മതി കേട്ടോ. ഇതുണ്ടോ,
ഇനി നമ്മുടെ ഗരം മസാല 1 സ്പൂണ്. നല്ലപോലെ എല്ലാം കൂടെ കൂടി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം എല്ലാം കൂടെ നല്ലപോലെ സ്മൂത്ത് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് തണുത്തിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇത് കണ്ടോ, ഈ മസാലയൊക്കെ നല്ലപോലെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രൈൻഡ് ചെയ്യാം കേട്ടോ. കണ്ടോ, ഞാനിപ്പോൾ ഒരു ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മുടെ മസാല നല്ലപോലെ അരഞ്ഞിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട്. ഈ മസാല ഞാനൊരു ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല തിക്കാണ്, നിങ്ങൾ നോക്കിയിട്ട് ഇനി കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിക്കണം. അപ്പം നമുക്കുണ്ടല്ലോ ഈ മസാലയുടെ കൂടെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതുണ്ട്, ബട്ടർ ചിക്കൻ എന്ന് പറയുമ്പോൾ കുറച്ച് തിക്കായിരിക്കണം കേട്ടോ. ഉപ്പൊക്കെ നോക്കുക. ഇത് ബട്ടറിൽ ഉണ്ടാക്കിയതുകൊണ്ട് നല്ല ടേസ്റ്റായി. ഞാൻ കുറേ ബട്ടർ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. നല്ലപോലെ തിളച്ച് വരട്ടെ കേട്ടോ. ഇത് കണ്ടോ, നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. ഇത് കണ്ടോ, ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. കണ്ടോ, മസാല നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് ചിക്കനില്ലേ, ബട്ടർ ചിക്കൻ, അത് നമുക്കിതിനകത്തേക്ക് ഇടാം കേട്ടോ. മൊത്തം ഇട്ടിട്ടുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് കറക്റ്റ് ഗ്രേവി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, ഇനി നമുക്കൊന്ന് ഒരു ഇച്ചിരി തിളച്ചാൽ മാത്രം മതി. നല്ലപോലെ തിളച്ച് വരുന്നുണ്ട്. അപ്പം ഞാൻ എടുത്ത് മാറ്റി വെച്ച കസ്തൂരി മെഹന്തി ഇല്ലേ, ഇത് കണ്ടോ, നിങ്ങൾ കണ്ടോ, ഇതിങ്ങനെ തിരുമ്മിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് സ്മെല്ലുമായിരിക്കും ചിക്കന്. ഇതെല്ലാം ഷോപ്പിലും കിട്ടും കേട്ടോ, ഡിമാർട്ടിൽ കിട്ടും, എല്ലാ പ്രൊമോഷൻ സ്റ്റോറിലും കിട്ടും. നല്ലൊരു സ്മെല്ലായിരിക്കും കേട്ടോ. നല്ല തിക്കായിട്ട് കണ്ടോ. ഇനി അധികം തിളക്കണ്ട, ഒരു ഇച്ചിരി ഇങ്ങനെ തിളച്ച് വന്നാൽ മതി. അപ്പം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ. നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കിതിനകത്തേക്ക് നമ്മുടെ ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. സ്പൂൺ ഇവിടെ തന്നെ ഇരിക്കട്ടെ, കുറച്ച് മതി. ഒരു 1 സ്പൂൺ മതി കേട്ടോ. ഇതുണ്ട്, നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുത്തിട്ട്, ഇതെന്താണെന്ന് അറിയാം, ഫ്രഷ് ക്രീം നമ്മൾ ഒഴിച്ച് കൊടുക്കുക നല്ലപോലെ തിക്കായിരിക്കും. ഇത് കണ്ടോ, നല്ല കറക്റ്റ് ഗ്രേവി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് നമുക്ക് ചപ്പാത്തിക്ക്, എന്ത് പറയണം, ചപ്പാത്തിക്ക് സൂപ്പറാണ്. റൊട്ടി ചപ്പാത്തി. ഇത് കണ്ടോ, റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ നോക്കി, നല്ല തിക്കായിട്ട് നോക്കി, നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. നല്ല സ്മെല്ലും, ആ കസ്തൂരി മേന്തിയുടെ ഒക്കെ നല്ല സ്മെല്ലും, ആ തിക്ക് നോക്കി ആ ക്രീമൊക്കെ ഇട്ടിട്ട് ഇതുണ്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ഇടണം കേട്ടോ. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായ ലൈക്ക്, ഷെയർ, സബ് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത് കേട്ടോ. ഇന്ന് വീഡിയോ എൻ്റെ ഇത്രേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഞാൻ പറഞ്ഞ പോലെ കമൻറ്റ് ഇടുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പം ഓക്കെ, ബൈ.